മറ്റേ MA യൂസഫ് അലി PV വാവിന്റെ ഒക്കെ മക്കളാണ് ഇത് അല്ലേ? എന്നിട്ട് ഇപ്പൊ കായ് ഇപ്പൊ മറ്റേ എത്ര ഈ സെറ്റ് വാങ്ങിയ കായില്ലപ്പോ കൊടുക്കാല്ലത്? ഇതും ഇതിക്ക് അന്ന് 200 റുപ്യ കാടോ അങ്ങനെയല്ലേ? ഇത് മറ്റോടെ അടിയിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി വാങ്ങിയതല്ലേ? വേണം അനക്ക് ഇതിന്റെ അപ്പുറം കിട്ടണം ഇപ്പൊ നീ. അല്ല അങ്ങനെ പറഞ്ഞിട്ടല്ലേ അങ്ങനെ പറഞ്ഞിട്ട് കാര്യം എനിക്കിത് വാങ്ങി മറ്റോട് ഇങ്ങനെ സൊള്ളിയപ്പോ വെച്ചിണ്ടായില്ലേ? ഇതിനാള് വരും ഇന്നപ്പോ ആള് വരും. ഇതിപ്പോ തിരിച്ചു കൊടുത്താൽ 300 കിട്ടുവോ ഇപ്പൊ മൊത്തത്തില്? ഇവിടെ 70 റുപ്യക്കും കിട്ടും സെറ്റ്. അതൊന്നും എനിക്ക് പറ്റൂലല്ലോ. 800 സെറ്റോളം എനിക്ക് പറ്റുക. നെല്ലിയും വലി നെല്ലിയും വലിയ വലിയ കാര്യമാണ്. റൊട്ടി കൂടിയും കായില്ലാണ്ട്. എന്നിട്ട് എനിക്ക് ഇന്റർകോണ്ടിന്റെ അടുത്ത ഫുഡേ പറ്റുള്ളൂ. മത്തിക്കറി തന്നെ തലയാണല്ല. ഈ കാറിന്റെ കാറ് എന്റെ കാറിൽ ഇപ്പൊ അവിടെ കൊണ്ടുപോയി നിർത്താ നമ്മള് മുങ്ങുക. അല്ലെങ്കിൽ മൂക്കിന് കുത്തിട്ടു. സുഡാനി ഉണ്ടോ അല്ലേ നോക്കണം ആദ്യം. എന്താ നമ്മളെ അവസ്ഥ? അപ്പൊ ഒരു കാര്യം നമ്മൾ രക്ഷപ്പെട്ടു. ആ സുഡാനി ഇവിടെ ഉണ്ടെങ്കിൽ നമ്മളെ മൂക്കടിച്ച് തകർക്കൂലോ. 2.5 മാസം റെന്റെ കാർ ഓടിയിട്ട് 800 റുപ്യ ബാക്കി. 3000 റുപ്യ 3800 റുപ്യ ഓന് കൊടുത്തു. അതുണ്ടായിപ്പോ ഈ ഗതി ചെയ്യേണ്ട വല്ല കാര്യമുണ്ട്? പെരിയില്ലാത്ത സ്ഥിതിയാണെങ്കിൽ ആലോചിക്കുമ്പോ അതിലേറെ വലിയ പ്രശ്നം. ഇജെന്ത് പൈസ അയച്ചേ? ഞാനിപ്പോ 2-3 മാസമായി പെരിന്നില്ല ഫോണെന്നെ എടുക്കല്ലോ. എന്റെ ഈ കോട്ടും തോപ്പും മയിലൊക്കെ കണ്ട വലിയ സംഭവം. അതാരുടെ സത്യത്തിന്? ഇതാ റൗദിയിലെ സോമന്റെ അല്ലേ സനയില് പണിയിരുന്നത്? വിലവും പോക്കും സെറ്റപ്പും ഇങ്ങനെ കണ്ട വലിയ സംഭവമാണ്. ഇന്നത്തെ 17 ബസ്സിന്റെ വയോതികളിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്ന കേസല്ലേ അത്? വൈകുന്നേരത്തെ കേസ്. നമുക്കിപ്പോ റെന്റേക്കാരോട് ഇട്ട് മുങ്ങല്ലേ? 2 മൂന്നക്കും കുത്തിടുന്ന കേസാണ്. ഞമ്മക്കൊന്നും ഇപ്പൊ ഒരു നല്ല കാലം ഉണ്ടാവില്ല. ഇപ്പൊ എത്ര തന്താര മക്കളുടെ കായോട് എന്താ ചെയ്യുന്നത്? ബസ്സിന് ഭക്ഷണത്തിന് എന്തെങ്കിലും ചെയ്യാൻ നടക്കേണ്ട കാര്യം നെഞ്ചൊപ്പം പോലെ. പക്ഷെ കിടക്കാൻ എന്താ പ്രശ്നം തന്നെയാണ്. ഇവിടെ നാട്ടിൽ ഫൈസലിന്റെ റൂമില് ഒഴിവുണ്ടാവും. അതില് മറ്റേ മത്തി അട്ടിട്ട മാതിരി എല്ലാ നഞ്ഞും വന്ന് കയറിയ സ്ഥലമാണ്. അല്ലെങ്കിൽ ഓരോ റൂമില് ചവിട്ടി മറിച്ചിട്ട് ഇവിടെ നാട്ടിൽ പോയിട്ട് എന്താ? എനിക്കിന്റെ അളിയനെ കിട്ടണ്ട ആ പിസ തന്നെ അതിന്റെ മാനം. അങ്ങനെയല്ല, നമ്മള് നന്നായിക്കോട്ടെ എത്തിക്കാണ്ട് ചെയ്യണ. ഞാൻ നാട്ടിൽ ചെന്ന ആദ്യത്തെ പരിപാടി ഉണ്ടല്ലോ ആ തല്ലുട്ടോ. എന്താ പിന്നെ പെങ്ങളും തമ്മിൽ തെറ്റേണ്ടി വരും. അവൾക്കാണ് തൂക്കം. പെങ്ങളെ മാപ്പിള എന്തൊക്കെയാണ്? അതോ പെണ്ണുങ്ങളെ ഞങ്ങളെ? ഇത് പെങ്ങളെ മാപ്പിളനെ ഓടെ അതാണ് ഇതാണ് ഓനൊക്കെ അടിച്ച സ്പ്രേ കണ്ട് പോകുന്ന. ഞാനും അങ്ങനെ കണിപ്പെട്ടവരാണ്. ഓരോരുത്തരെ പന്നിയാള് നാട്ടിൽ വരുമ്പോ അത്രക്ക് കട്ടില്ല ചെരുപ്പും ഓനൊക്കെ ബ്രൂട്ടിന്റെ സ്പ്രേയും മറ്റേ 555 സിഗരറ്റും 35 സിഗരറ്റും വലിയ ലൈറ്ററും ഇതൊക്കെ കണ്ടുകാണ്ട് പോകുന്നതിനാണ് ഞാനും. ഗൾഫ് ഇവിടെ വന്ന് നോക്കുമ്പോ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ. 1 ഉറുപ്യ ഭാഗ്യം കിട്ടുന്നുണ്ട്. ഒരു കാര്യം ചെയ്യാം, വണ്ടി വെല്ലം നിർത്തിട്ടേ ഇറങ്ങിയിട്ട് നല്ല മുങ്ങ ഇതിൽ വെക്കുക, പതിക്കണം ഇറങ്ങിക്കോയി കൂടെ. പക്ഷെ എന്റെ ഇക്കാൻ മോൻ്റെ അടുത്തുണ്ട്. അത് പിന്നെ വരുന്ന കേസ് പിന്നെ നോക്കാം. അത് നോക്കിയിട്ട് കാര്യം അല്ല, നാളെ നമുക്കൊരു പുതിയൊരു കാണാനാണ് എന്താ ചെയ്യാ? കാണാതെ ഞാൻ ആ കൊല്ലങ്ങാരെ എത്തിട്ടെ ഈ ലെൻസ് കൂടെ കാണൂല. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ലോകം മുഴുവൻ കായ് കടം വാങ്ങിയിട്ട് വാതിലുറക്കാൻ ഇതിനൊക്കെ കണക്കിലൊരു മടിയെ. ആ കാക്ക കേൾക്കും മെസ്സില് പൈസ കൊടുക്കില്ല. അവന്റെ ചെങ്ങായി എന്റെ കാര്യം വല്ലാത്തൊരു കാര്യം തന്നെ. സുഡാനിന്റെ പ്രശ്നം എന്നല്ല ഇപ്പൊ പ്രശ്നം. കമട്ടില്ല, കമപ്ലോന്റെ അടുത്ത് തന്നെയാണ്. വണ്ടി കിട്ടുമോ ഇനിയിപ്പോ? വണ്ടി അവിടുന്ന് കിട്ടൂല. വണ്ടി കിട്ടിയൊന്നുമില്ല. ഇപ്പൊ ഇന്ന് വൈകുന്നേരം ആകുമ്പോ ആ ചെങ്ങന്മാർക്ക് ആ പൈസ കൊടുക്കാൻ പറ്റുമല്ലോ. വല്ലും കാണിക്കണം. ഇങ്ങനെ കുത്തിരുന്ന് മുണുങ്ങുന്നുണ്ടല്ലോ. അപ്പൊ പൈസ ഉണ്ടോ? ഇഞ്ചത് എന്ത് പൈസ? എന്റെ പൈസന്റെ അവസ്ഥ ഞാൻ പറഞ്ഞില്ല. എന്നോട് ഇത്ര തരാൻ കഴിച്ചുള്ളൂ. മോനെ കരിച്ചും പൊരിച്ചും പൈസ ഉള്ളവര് 2 മാസമായിരുന്നു അക്കെ പൈസ തന്നില്ല.
എന്താക്കാ നിങ്ങൾ അങ്ങനെ ഇപ്പൊ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് പറഞ്ഞ എന്താ ചെയ്യാ? അങ്ങനെയല്ല, ഞാൻ എത്രയായി പറയുന്നത്. ഇതിപ്പോ 2 മാസമായി, പൈസ തന്നിട്ട് 2 മാസമായി. അത് നമുക്ക് ഞാനിപ്പോ എവിടെയാണ് മുതലോടൊക്കെ? എനിക്ക് മീനില്ല ചോറുന്നാൻ വെക്കൂലേ? മീനില്ല, പൈസ ഉള്ളവർക്ക് അത് നിങ്ങളൊന്ന് കൊടുക്കുക. നമുക്ക് ഇനി നാട്ടിൽ രാത്രി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. 3ാമത്തെ മാസമാണ് ഇപ്പൊ ഇത്. പൈസ കഴിച്ചല്ലോ ഉണ്ടേ കൊണ്ടുവന്നില്ല. നിങ്ങളിപ്പോ ഞാനെന്താ സമയത്ത് നമുക്ക് എന്താ കാര്യത്തിൽ ചെയ്യാം. ഇന്നത്തെ ലാസ്റ്റ് ആണ് പ്രശ്നം. നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഞാൻ തന്നില്ലെങ്കിൽ ഇയാള് പൈസ തരും. നിങ്ങൾ ഉറപ്പിച്ചോ? ഞാൻ ഉറപ്പിച്ചാൽ ഇന്ത്യ അത്ര കൂടുതൽ പൈസ എത്ര ഉറപ്പ് ഉണ്ടാവും? 3 മാസത്തെ മെസ്സ് 2 മാസത്തെ 2 മാസത്തെ തീരെ തന്നില്ല, ബാക്കിയുണ്ട്. 900 രൂപയുടെ കുട്ടി ഇത് നക്കുമാർക്കിച്ചാല് 3 മാസം നക്കുമാർക്കിച്ചാല് 900 ആയതുകൊണ്ട് 1000 ആണെന്നൊന്നും ഇങ്ങനെ കുടുങ്ങുന്ന പിന്നെ ഇത് ആര് കൊണ്ടുവന്നിരുന്നില്ല ഇങ്ങനെ വാരി നക്കണേ? തൊട്ടടുത്ത് മുയ് വെച്ച് കൊടുക്കാനാണല്ലോ. ഇജ്ജ് ഇടപെട്ടെടുത്ത് എവിടെയും കായ് കൊടുക്കാല്ലാത്ത. എനിക്ക് ഇന്ന് രാത്രി കായ കിട്ടണം. അത് കാക്ക നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഒക്കെ കുറച്ചേലും വന്ന് എന്തെങ്കിലും ചെയ്തോ. ഞാൻ തന്നെ കൊണ്ടുവന്നിരും കേട്ടോ. ഞാൻ വിഷയാക്കണ്ട. എന്താ ഇപ്പൊ ചെയ്യാം? അപ്പൊ ഞാൻ എന്റെ കഥ ഇങ്ങനെ നടന്ന് കാലം കഴിച്ചാൽ മതിയോ? അന്നിങ്ങോട്ട് പറഞ്ഞയക്കേണ്ടായ ചെലവും മറ്റുള്ള ബാധ്യതകളും ലോണും അതിനെ കുറിച്ച് വല്ല ബോധം എനിക്കുണ്ടോ? പേരേക്ക് ചെലവിന് കായ് അയക്കണം, ഇവിടെ മെസ്സിന് കായ് കൊടുക്കണം, റൂമിന് കായ് കൊടുക്കണം, ഇക്കാമ വിൽക്കാനായിക്കണോ, ഇൻഷൂർ, ഇതിന്റെ ഒക്കെ ഇടയിൽ കൂടി എനിക്ക് വല്ല ബോധം എനിക്കുണ്ടോ? എന്തെങ്കിലും പണിക്ക് പോയോ? പണി ഉണ്ടായിട്ടാണ് ഇഞ്ചപ്പം പോയി ഞാൻ എവിടെയെങ്കിലും പണിയാക്കി തരാം. വല്ല 1000 1500 പണി എവിടെയെങ്കിലും കിട്ടും. അല്ലാണ്ട് ഒരു വലിയ 4000 5000 പണി കിട്ടണം എന്ന് പറഞ്ഞാൽ പണ്ട് തലയിൽ എന്തിട്ടല്ലത്? തലയിൽ എന്തേലും ഉണ്ടോ? ഇങ്ങനെ സൗദി കാലം കഴിക്കും. എന്തിട്ടൊന്നും ഉണ്ടാകും കാര്യമില്ല. ഇജ്ജ് പറയേണ്ട കാര്യം ഇപ്പൊ 3-3.5 മാസം അവിടുന്ന് പണിക്ക് പോയിട്ട് ഇത് കാട്ടിക്ക 10, കാട്ടിക്ക 2, കാട്ടിക്ക 5 ഇറങ്ങാണ്ട് ഡെയിലി ഓരോരുത്തരുടെ 5ഉം 10ഉം 2ഉം വാങ്ങി എന്റെ ചെലവ് കഴിഞ്ഞാൽ മതിയോ? ഏത് വാപ്പ പെരീക്ക് ചെലവിന് കൈയേക്കുന്നതില്ല ജി നടക്കുന്നത്? എന്റെ പെരീക്ക് ചെലവിന് കണക്കുന്ന എനിക്ക് ചെലവ് അത് വേറെ ആരുടെ? എടാ കുട്ടി എന്തേലും പറയാ. ഇജ്ജെന്ത് പറഞ്ഞു? എന്റെ വിഷയത്തിന് ഇജ്ജെന്നെ പറയണേ, അല്ലാണ്ട് എന്റെ വിഷയത്തിന് വേറെ ആരും വന്ന് പറയാം. ഇതുകൊണ്ടൊന്നും കാര്യമില്ല. നാളെ മുതൽ നീച്ചുവല്ല പണിക്കും പോകാൻ നോക്കണം. അതിന്റെ എനക്ക് മാത്രമല്ല അതിന്റെ അവനെ നിങ്ങൾക്കൊരു പാടാണ്.